മോനൂട്ടാ കരയല്ലേ? ദാ വരുന്നു. ഓ വരുന്നൊന്നും പറഞ്ഞില്ലേ? എന്താ? സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണി ഉള്ളപ്പോ വാ. ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലമായിട്ട് ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം അനി. ഞാൻ ഒരുപാട് ആശിച്ചു പോയി. ദൈവം തമ്പുരാൻ നമുക്ക് ഉണ്ടാക്കിയിട്ടുന്ന അവസരം. ആനിയെ കൊച്ചിനെ തുറക്കി ഞാനിവിടെ ഇരിക്കാം. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അനി നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനാണ് സത്യം. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശങ്ങളിരിക്കുന്ന ബാവ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, റുവാദകൂഷ തമ്പുരാനെ, തീരട്ടെ തീരട്ടെ, ഇത് ഞാൻ പിറക്കിക്കൊള്ളാം. മോനുകുട്ടാ, എല്ലാരും 3 ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി. 3 ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട്. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. റോണിക്കുട്ടാ, കൂടി പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണേ കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം. പക്ഷെ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. ഇനി എനക്കറിയാല്ല, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാണ്. ഇപ്പൊ ഇതില്ലാണ്ട് വയ്യ. ആനി, നീ ഇങ്ങനെ കരഞ്ഞ് മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കല്ലേ ആനി? മക്കളുടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ മതിയോ ജോണി?
രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. ഇത്തവണയെങ്കിലും ഇത് നിൽക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലോ എന്റെ കർത്താവേ. ആനി, വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ചന്ത പെണ്ണുങ്ങൾക്ക് പോലും സന്ധ്യ കഴിയണം. പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം. ജോണിയുടെ വീട്ടിലെ അതൊക്കെ നടക്കൂ. അതെല്ലാവർക്കും അറിയാം, അവനും അറിയാം. അവനാ ഏവൻ? നീ എന്താ നീ പറയണേ? കഞ്ഞി വിളമ്പ. ആർക്കറിയാമെന്നാ പറഞ്ഞേ? ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ. ഏത് കേശവൻ? പാലിയാരൻ കേശവൻ.